ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. നിങ്ങളെ വീണ്ടും ഈ ചാനലിൽ കൂടെ കാണുന്നതിൽ ഒത്തിരി സന്തോഷം. ഈ ചാനൽ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോകൾ ഷെയർ എത്തിക്കുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു പ്രധാനപ്പെട്ട സന്ദേശം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നു. വേദപുസ്തകത്തിൽ നമുക്ക് കർത്താവിനാൽ ഭൂമിയിലാക്കി വെക്കപ്പെട്ടിരിക്കുന്ന അനേക ശുശ്രൂഷ ഓഫീസുകളെ കാണാൻ പറ്റും. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11-ാം അധ്യായത്തിൽ 5 ഫോൾഡ് മിനിസ്ട്രി നമുക്ക് കാണാൻ പറ്റും. പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ ദൈവത്താൽ ആക്കി വെക്കപ്പെട്ട പ്രവാചകന്മാരെ കാണാൻ പറ്റും, രാജാക്കന്മാരെ കാണാൻ പറ്റും, പുരോഹിതന്മാരെ കാണാൻ പറ്റും. പഴയ നിയമത്തിൽ 3 ഓഫീസുകളും പുതിയ നിയമത്തിൽ 5 ഓഫീസുകളുമാണ് ദൈവത്താൽ ആക്കി വെക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസാണ് പുരോഹിത ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുന്ന ഓഫീസ്. പഴയ നിയമത്തിനകത്ത് പുരോഹിതൻ എന്ന് പറയുന്ന ഓഫീസ് അത് എല്ലാ ഓഫീസുകളിലേക്കാളും ഒരു പടി മുകളിൽ നിൽക്കുന്ന ഓഫീസാണ്. കാരണം അവർ മനുഷ്യരുടെ ശുശ്രൂഷകന്മാരെ അല്ല. പ്രവാചകൻ മനുഷ്യന്റെ ശബ്ദം, ദൈവത്തിന്റെ ശബ്ദം മനുഷ്യനിലേക്ക് എത്തിക്കുമ്പോൾ പുരോഹിതൻ മനുഷ്യനു വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവനാണ്. സത്യത്തിൽ അവൻ ശുശ്രൂഷിക്കുന്നത് മനുഷ്യരെ അല്ല, സത്യത്തിൽ അവർ ശുശ്രൂഷിക്കുന്നത് ദൈവത്തെയാണ് ശുശ്രൂഷിക്കുന്നത്. ദൈവത്തെ ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ. അത് ലേവി ഗോത്രത്തെ പ്രത്യേകം തിരഞ്ഞെടുത്ത് പ്രത്യേകം അഭിഷേകം ചെയ്ത് മറ്റൊന്നിലേക്കും വിടാതെ ആലയത്തിനകത്ത് തന്നെ ജീവിപ്പിച്ച് ജോലി ചെയ്യാൻ അനുവദിക്കാതെ, മറ്റു ലോകത്തിലേക്ക് പോകാൻ അനുവദിക്കാതെ ദൈവത്തിനു വേണ്ടി ദൈവം ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷകനാണ് പഴയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരിൽ പുരോഹിതന്മാരെന്ന് പറയുന്നത്. അവർ ആലയവുമായിട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷിക്കും, യാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷിക്കും, ആലയത്തിലെ തൂപ്പ് തുടപ്പ്, ഇങ്ങനെ ആലയത്തിനകത്ത് നിന്ന് ദൈവത്തെ ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പത്രോസ് പറഞ്ഞിരിക്കുന്നത്, അവൻ നമ്മളെ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമ ശുശ്രൂഷകന്മാരുടെ കൂട്ടത്തിലും അത്യപൂർവമായി ഇങ്ങനെ ഒരു അഭിഷേകം ചുമക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുണ്ട്. അവർ ഒരിക്കലും ഒരു സഭയുടെയോ സംഘടനയുടെയോ ശുശ്രൂഷകന്മാരല്ല. അവരേതെങ്കിലും ഓർഗനൈസേഷന് വേണ്ടി ശുശ്രൂഷിക്കുന്നവരല്ല. അവർ ദൈവത്താൽ പ്രത്യേകം വേർതിരിക്കപ്പെട്ട് അവരുടെ സംസാരം, അവരുടെ നോട്ടം, അവരുടെ ജീവിത ശൈലി എല്ലാം ദൈവത്തിൽ ഫോക്കസ്ഡായി നിന്ന് കർത്താവിന് വേണ്ടി പ്രസംഗിക്കുന്ന, കർത്താവിന് വേണ്ടി പാട്ടുപാടുന്ന, കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷയുള്ള ആളുകളെ നമ്മൾക്കിടയിൽ ഈ ദിവസങ്ങളിൽ ധാരാളം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ് എന്നൊരു ബോധ്യം എൻ്റെ അകത്തുണ്ടാകുന്നു. സംഘടനകൾക്കും ഡിനോമിനേഷനും ഒക്കെ മേളിൽ പേഴ്സണൽ അജണ്ടകളില്ലാതെ, സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയെ ദൈവം പട്ടണത്തിലാക്കി വെക്കുന്നു. അവർ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തുടങ്ങുമ്പോൾ ലേവിയോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിന്റെ ഓഹരിയായിരിക്കും. ബാക്കി എല്ലാവർക്കും ജോലി ചെയ്യുവാനും എല്ലാം ദൈവം പെർമിഷൻ കൊടുത്തപ്പോൾ ലേവിയോട് ദൈവം പറഞ്ഞു, നിനക്ക് നിന്റെ സഹോദരന്മാർക്കിടയിൽ ഓഹരിയില്ല. കാരണം യഹോവയായ ദൈവം തന്നെ നിങ്ങളുടെ ഓഹരിയായി മാറുവാനിടയായി തീരും. ഞാനിന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ ദൈവം നിങ്ങൾക്ക് ഓഹരിയായി നിന്നാൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ നാട്ടിൽ ദൈവം നിന്റെ പോർഷനായി നിന്നാൽ, മറ്റാരേക്കാളും നീ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരും. ദൈവത്തിന്റെ ശുശ്രൂഷകനായി നിൽക്കുവാനുള്ള ഒരു അഭിഷേകത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. മനുഷ്യൻ തരുന്ന സ്റ്റൈഫൻഡിനും മനുഷ്യൻ തരുന്ന സപ്പോർട്ടുകൾക്കും ഒക്കെ അപ്പുറം ദൈവം പോർഷനായി നിന്ന്, ദൈവം ഓഹരിയായി നിൽക്കുന്ന ഒരു പൗരോഹിത്യ തലമുറയെ ദൈവം ഈ ദിവസങ്ങളിൽ അന്വേഷിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആ പൗരോഹിത്യ അഭിഷേകം സ്വീകരിച്ച ആളുകളാണ്. നിങ്ങളുടെ തലമുറയിൽ നിങ്ങളെ പോലെ വേറെ ഒരുത്തനില്ല. നിങ്ങളൊരു സ്പെഷ്യൽ ജാതിയാണ്, സ്പെഷ്യൽ ബ്രീഡാണ്. കർത്താവ് നിങ്ങളുടെ ഓഹരിയായിരിക്കും. മേ ഗോഡ് ബ്ലസ് യു. അത്യുന്നതനായ ദൈവത്തിന്റെ ശുശ്രൂഷകനായി തീരുക. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.